ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ സീക്രട്ട് ഏജന്റ് അഖിൽ മാരാർ. സാർ ഇങ്ങനെ മനസാക്ഷിയില്ല സംസാരിക്കരുത് സാർ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാലോ, ജാസ്മിന് നേരെയായിരുന്നു എല്ലാ സൈബർ അറ്റാക്കും കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ സാധനം മൊത്തം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ മുകളിലേക്കാണ് കംപ്ലീറ്റ് സാധനങ്ങളും വന്ന് വീണിട്ടുള്ളത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. സാധാരണ എല്ലാവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും, പരിപാടി നിന്ന് പോവും, ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ സൈഡാവും. ഇതതില്ല. ഇത് ഇവിടുന്ന് സ്പേസ്, അവിടുന്ന് വേറെ, അതിനും പുറത്ത് വേറെ ഗാലക്സി, വേറെ മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, കണ്ടുകണ്ടങ്ങിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. എന്താണോ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ കാര്യമൊക്കെ പറഞ്ഞ് സോർട്ട് ചെയ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു, ഞാനും അഖിൽ മാരാരും കഴിഞ്ഞ ശനിയാഴ്ച കണ്ട സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാനും, അഖിലിന് പറയേണ്ട കാര്യങ്ങൾ അഖിലും പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അഖിലായിട്ട് സംസാരിച്ചിരുന്നു. അഖിൽ കുറെ കാര്യങ്ങൾ, ഇപ്പൊ അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെരി പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞു തന്നിരുന്നു. അഖിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എടുക്കും. ഞാൻ എന്തായാലും എടുക്കും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. സംസാരിച്ച് ഇപ്പൊ ഈ അഖിൽ ഇന്റർവ്യൂല് പറഞ്ഞ 1-2 മെയിൻ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി പറഞ്ഞു തന്നു. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തവൻ സീക്രട്ട് ഏജന്റ് എന്നുള്ളത് 33 മിനിറ്റും ചില്ലറയുള്ള ഒരു ഇന്റർവ്യൂവിന്റെ 4-5 മിനിറ്റുള്ള ഒരു പോർഷന്റെ അകത്താണ് അഖിൽ മാരാർ ഇതിനെ കുറിച്ച് പറയുന്നത്. എന്നാണെങ്കിലും അഖിലും ഞാനും തമ്മിൽ ഇനിയിപ്പോ ഞാൻ വന്നിരുന്നിട്ട് അഖിലെ വലിച്ചു കീറുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് വേണ്ട. കാരണം എനിക്ക് മതിയായി. ചേട്ടാ ചേട്ടാ ഇനി എന്നെ തല്ലല്ലേ, അയ്യോ എന്നെ വിട്ടേ ചേട്ടാ, പുള്ളി അതാ വേട്ടാ ചേട്ടാ, ഇനി തല്ലല്ലേ ചേട്ടാ. ഞാൻ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റുന്ന ഒരുത്തനായതുകൊണ്ടാണല്ലോ തമ്മിൽ അത്രയും നേരം സംസാരിച്ചു. അതിൽ ആരൊക്കെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ട് അഖിൽ സംസാരിക്കുന്നുണ്ട്, അതൊന്നും വെക്കാതെ തമ്മിൽ ഏറ്റവും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തവൻ സീക്രട്ട് ഏജന്റ് അഖിൽ മാരാർന്ന് പറയുമ്പോ അതൊന്നൊരു വ്യൂവർഷിപ്പ് കിട്ടൂലോ. ഒരു കഴുതൊക്കെ കാര്യം മനസ്സിലായി. ആ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി പോയിരിക്കുമ്പോ അതിൽ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി ചുക്കിനോ ചുണ്ടാമ്പിനോ പറ്റുന്ന ഒരുത്തനായതുകൊണ്ടാണല്ലോ എന്റെ ടോപ്പിക് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കരമായ എതിർപ്പുണ്ട്. അത് ഞാൻ അഖിലിനോട് അന്ന് ശനിയാഴ്ചയും ഞാൻ പറഞ്ഞതാണ്. അഖിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്. പല കാര്യങ്ങൾ പറയാത്തതിനും എനിക്ക് നല്ല എതിർപ്പുണ്ട് അഖിലിന്റെ. അപ്പോ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ സീക്രട്ട് ഏജന്റ് എന്ന് വരുമ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനെ വെച്ചിട്ട് ടൈറ്റിലിടാം, തംബ്നെയിലിടാം, എല്ലാം ചെയ്യാം, അതിന് വ്യൂവർഷിപ്പ് വരും. സത്യം പറഞ്ഞാൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊണ്ടിട്ടാണോ കൊള്ളാഞ്ഞിട്ടാണോ എന്നുള്ള ഡൗട്ട് ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതാണ്, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയി പോണം എന്നുള്ളതാണ് എന്റെ മൈൻഡിലുള്ളത്. നല്ല വിഷമമുണ്ടല്ലേ? ഇത് കാരണല്ലേ ഇത്? അല്ല ഇത് കാരണല്ലേ ഇത്? പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളൊരു ടോക്കിംഗ് പോയിന്റ് ആവുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലതാണ്. കാരണം എൻ്റെ ഒരു ടാഗോ എൻ്റെ ഒരു പേരോ എപ്പോഴും എന്താ, എൻ്റെ ഒരു മുഖവും ആളുകളിൽ ഉണ്ടല്ലോ. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മതി.